എനിക്ക് ജാസ്മിൻ്റെ കാര്യത്തിനെ പറ്റിയാണ് ഇപ്പം പറയാനുള്ളത്. ജാസ്മിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർക്കുമ്പോൾ ഒറ്റ കാര്യമുണ്ട് പറയാനുള്ളൂ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളൊരു പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ജാസ്മിൻ ഇന്നലെ ഗബ്രിയോട് വളരെയധികം വിഷമത്തോട് പറയുന്നത് കേട്ടു. തൻ്റെ വിഷമങ്ങളെല്ലാം ഗബ്രിയോട് പങ്കുവെക്കുന്നത് കണ്ടു. അപ്പം എനിക്ക് അന്നേരം തോന്നിയത് ഇല്ല, ചെണ്ടതെന്ന് മദറത്തോട് അവലാതി പറയുന്ന പോലെയാണ് എനിക്കത് തോന്നിയത്. ഗബ്രിയുടെ മുഖമൊക്കെ കണ്ടപ്പം ഗബ്രി പറയുന്നുണ്ട്, നീ എന്നോടിത് പറഞ്ഞിട്ട് കാര്യമുണ്ട്, നീ മിണ്ടാതിരിക്കുക, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈൻഡ് ചെയ്യാതിരിക്കുക. പക്ഷേ ജാസ്മിൻ അത് പറ്റില്ല. എനിക്ക് മനസ്സിൽ വിഷമം തോന്നും, ആ വിഷമം തുറന്ന് കാണിക്കണ്ടേ എന്നൊക്കെയാണ് ജാസ്മിൻ ചോദിക്കുന്നത്. അപ്പം ഗബ്രി പറയുന്നത് അത് മൈൻഡ് ചെയ്യണ്ട, എന്നോടും പലതും പറയുന്നുണ്ട്, ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നു. അന്നേരം അങ്ങനെ പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് ജാസ്മിൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഗബ്രി പറയുന്ന പല കാര്യങ്ങളും അത് കറക്റ്റായിട്ട് കാര്യമാണ്. ഇവർ പവർ ടീമിലും ക്യാപ്റ്റനായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴും അതുപോലെ പുതിയ മത്സരാർത്ഥികൾ വരാതിരുന്നപ്പോഴും അവരുടെ ഒരു സാമ്രാജ്യമായിരുന്നു. അവർ പറയുന്നത് കേട്ട് അവരുടെ ഓച്ചാനിച്ച് നിൽക്കുന്ന കുറച്ച് മത്സരാർത്ഥികളായിരുന്നു. അതിന് എതിരായിട്ട് ചെയ്യുന്നത് നോറയും ജിൻഡോയും മാത്രമേ ഉള്ളൂ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. പുതിയ മത്സരാർത്ഥികൾ വന്നപ്പോഴാണ് പുറത്ത് ജാസ്മിനും ഗബ്രിക്കുമൊക്കെ വളരെ നെഗറ്റീവാണെന്ന് അറിയുന്നതും ഇവരെല്ലാം പെയ്യപ്പയെ മാറുന്നതും. അതിന് മുമ്പ് ഒരു 5 ആഴ്ച എനിക്ക് തോന്നുന്നു എല്ലാ ഇതിലും ജയിൽ നോമിനേഷനിലും എല്ലാം ഒരു പേര് അവിടുത്തെ മത്സരാർത്ഥികൾ സ്ഥിരമായിട്ട് ആശ്രയിക്കുന്ന ജിൻഡോയുടെ പേരായിരുന്നു. അത് ഈ പുതിയ മത്സരാർത്ഥികൾ വൈൽഡ് കാർഡായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് പല കാര്യങ്ങളും അറിയുന്നു. അതിനനുസരിച്ച് അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ഗെയിമിന് വേണ്ടി ചേഞ്ച് ആവുന്നു. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്നാലും ഇപ്പോഴും ഒരു 5-6 പേരെങ്കിലും ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കൂടെ നിൽപ്പുണ്ട്. അവർ ഈ പവർ ടീമിലും ക്യാപ്റ്റൻസിയിലും ഒക്കെ നിൽക്കുമ്പം മറ്റുള്ളവരോട് ചെയ്തത് അവർ അധികാരം കിട്ടിയപ്പം തിരിച്ചടിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ ജാസ്മിനെ പല കാര്യങ്ങളും പറയുമ്പോഴും ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ കൂടെ ആരും എന്താ, ഞാൻ പറയുന്നത് ശരിയല്ലേ, എൻ്റെ കൂടെ ആരും എന്താ നിൽക്കാത്തത് എന്ന് ചോദിക്കുന്നു. അപ്പം നമ്മൾ ഒരു മനുഷ്യനെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ ആ കഴിഞ്ഞ കാലം കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും. കഴിഞ്ഞ കാലത്തിൽ അവരെന്ത് ചെയ്തു എന്ന് നമ്മൾ ശ്രദ്ധിച്ചതിന് ശേഷമാണ് നമുക്ക് അവരോട് നിൽക്കാൻ തോന്നുന്നത്. ഇപ്പം ആദ്യ സമയത്ത് അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം ഒരേ ഫർദിൽ പറഞ്ഞ മണ്ടൻ എന്ന് ബഹുമതി നേടിയ ജിൻഡോ, എനിക്ക് തോന്നുന്നു ജിൻഡോയുടെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് മണ്ടൻ പട്ടം ജിൻഡോയ്ക്ക് കിട്ടിയപ്പോൾ ജിൻഡോയുടെ ഗെയിമർ ഉയർന്നു. അതിനനുസരിച്ച് ജിൻഡോയുടെ ഒരു ഫാതാവുമായി. ജിൻഡോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അത് യൂട്യൂബുകാരായാലും എന്തോന്നായാലും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. ജിൻഡോയ്ക്ക് ഒത്തിരി ആരാധകരുണ്ടാകുന്നു. ജിൻഡോ ചെയ്യുന്ന ഏത് മണ്ടത്തരവും അത് പെട്ടെന്ന് വൈറലാകുകയൊക്കെ ചെയ്യുന്നു. അതൊരു സാധാരണ മനുഷ്യനോട് നമുക്ക് തോന്നുന്നൊരു സ്നേഹമാണ്. പക്ഷേ ജാസ്മിനും ഗബ്രിയും അന്നേരം എന്താ ചെയ്തത്, ജിൻഡോയ്ക്കെതിരെ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഒരു മനുഷ്യൻ വീണ് കിടന്നാൽ അവനെ ചവിട്ടുന്നതിന് തുല്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം അവിടുത്തെ 19 മത്സരാർത്ഥികളിൽ 1-2 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും ജിൻഡോയെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം ഈ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും റസ്മിൻ്റെയൊക്കെ കയ്യിൽ അവരുടെ അധികാരം ഉണ്ടായിരുന്നു. അധികാരം വെച്ചാണ് ജിൻഡോയ്ക്കെതിരെ ഈ നിരന്തര ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ജിൻഡോയെ എനിക്ക് തോന്നുന്നു ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം അമ്മയ്ക്ക് വിളിക്കുകയും ഭയങ്കര പ്രശ്നം, ജിൻഡോ കരയുന്നൊരു മുഹൂർത്തവും വരെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പക്ഷേ ജാസ്മിന് സംഭവിച്ചിട്ടില്ല. ഇപ്പോഴെങ്ങാണ് അത് സംഭവിക്കുകയാണെങ്കിൽ അവരെ നിരന്തരമായി എതിർക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത. അപ്പം നമ്മുടെ മുൻകാല ചെയ്തികൾ ജനങ്ങളുടെ മനസ്സ് നിൽപ്പുണ്ട്. അതാണ് ഇവർ ജാസ്മിനും ഗബ്രിയൊക്കെ ഇത്ര വിഷമിക്കുമ്പോഴും അതങ്ങനെ തന്നെ വേണം എന്ന് ഒരു കൂട്ടം ആൾക്കാർക്ക് പറയാൻ തോന്നുന്നത്. അങ്ങനെ തന്നെ വേണം, അവൾ ചെയ്തതിൻ്റെ എല്ലാം അവൾ അനുഭവിക്കുന്നത് എന്നൊക്കെ തോന്നാനുള്ളൊരു കാരണം അത്രമേൽ ആൾക്കാരെ വെറുപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇവരെന്നുള്ളതാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ ഇവരിത്ര ആൾക്കാരെ വെറുപ്പിച്ച് കഴിഞ്ഞു. പിന്നെ ഇവരിനി എത്ര നല്ലത് ചെയ്താലും അതിന് 2 വശമുണ്ടെന്ന് ചിന്തിക്കും. ഇപ്പം ജാസ്മിന് വയ്യാതെ വന്നപ്പോഴും എനിക്കും തോന്നിയതൊരു നാടകമാണെന്ന് തോന്നാനുള്ളൊരു കാരണം ജാസ്മിൻ അകത്ത് പോയിട്ട് പുറത്ത് വന്നത് വളരെ സന്തോഷവതിയായിട്ടാണ്.
അതുപോലെ ഗബ്രിക്ക് തലകറങ്ങി താഴെ വീഴുന്നു, ഭയങ്കര പ്രശ്നമായിട്ട് പോകുന്നു. ഞാനതിൻ്റെ വീഡിയോ തന്നെ ഇട്ടു, ഗബ്രി ആകപ്പാടെ വിഷമത്തിലാണെന്നൊക്കെ. പക്ഷേ ഗബ്രി ഡോക്ടർമാരെ കണ്ടതിന് ശേഷം ഗബ്രിക്ക് യാതൊരുവിധ അസുഖവും ഇല്ല, ഗബ്രിയുടെ BP എല്ലാം നോർമലാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പം ആ ഗബ്രിയും കളിച്ചൊരു നാടകമാണെന്ന് പിന്നെ മനസ്സിലായി. പിന്നെ നാളെ അടുത്ത പ്രാവശ്യം ഇവർ ഇതുപോലൊരു നാടകം യഥാർത്ഥത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും നമ്മളൊരു നാടകമാണെന്ന് പറയും. ആ അവസ്ഥയിലേക്കാണ് ബിഗ് ബോസിൻ്റെ മത്സരം തന്നെ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ രാവിലെ ഉണ്ടായ പ്രശ്നത്തിൽ ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട്, എന്നെപ്പറ്റി പറയുന്നത് വൃത്തിയില്ലാത്തവളെ എന്ന് എൻ്റെ അടുത്ത് നോക്കി പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ വിഷമം തോന്നത്തില്ലേ ഗബ്രി, ഞാൻ അതാണ് കരയുന്നത് എന്ന് തോന്നുന്നു. ഒരു മനുഷ്യനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് വിഷമം തോന്നും, അത് സർവ്വസാധാരണയാണ്. പക്ഷേ ഈ ഗബ്രി നമ്മുടെ ജിൻഡോയായിട്ട് സംസാരിക്കുമ്പോൾ നിരന്തരമായി പറയുന്നൊരു കാര്യമുണ്ട്, മണ്ടൻ, ഒന്നും കൊള്ളരുതാത്തവൻ, നിന്നെക്കൊണ്ട് എന്തിനും ഇല്ല, നീ ഈ വീടിൻ്റെ ക്യാപ്റ്റൻസി ആകാൻ യോഗ്യനില്ലാത്തവനാണ്, നീ അതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ നിരന്തരമായി ജിൻഡോയെ ആശ്രയിക്കുമ്പോൾ ആ മനുഷ്യനും ഒരു മനുഷ്യജീവിയാണ്, അങ്ങേർക്കും വിഷമം ഉണ്ടാകും എന്ന് തോന്നണ്ടേ? അത് തോന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ളവരെ ഞങ്ങൾക്ക് എന്തും പറയാം, പക്ഷേ ഞങ്ങളെ ആരും ഒന്നും പറയാൻ പാടില്ല, അത് ഞങ്ങൾക്ക് വിഷമം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ജനങ്ങൾ അങ്ങനെ ചിന്തിക്കത്തില്ല. അന്നേരം കാണുന്ന ജനങ്ങൾ ചിന്തിക്കുന്നത് അവൾക്ക് അല്ലെങ്കിൽ അവന് മറ്റങ്ങേരെ പറയാമെങ്കിൽ തിരിച്ചടി കിട്ടുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഇവർ തയ്യാറാവണമായിരുന്നു എന്നാണ് നമ്മൾ സാധാരണ ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം ജാസ്മിൻ നിരന്തരമായി ഇങ്ങനെ വിഷമിക്കുന്നു, ക്യാമറയ്ക്ക് മുന്നിൽ പോയി പറയുന്നു എന്നെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ഒറ്റപ്പെടൽ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ നേതൃത്വം കൊടുത്തത് ഇവർ രണ്ടുപേരുമായിരുന്നു, ഗബ്രിയും ജാസ്മിനുമായിരുന്നു. അന്ന് അവർ വിചാരിച്ചിരുന്നത് അവർ ചെയ്യുന്നതെല്ലാം നല്ലതാണ്, ഫുൾ സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നു എന്ന് വിചാരിച്ചപ്പോഴാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ പുറത്തുനിന്ന് ആൾക്കാരെല്ലാം വൈൽഡ് വന്നു കഴിയുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം നെഗറ്റീവാണ്, പുറത്ത് സപ്പോർട്ടില്ല എന്നറിഞ്ഞു കഴിഞ്ഞപ്പം ഇവർക്കെതിരെ മറ്റു മത്സരാർത്ഥികളും തിരിയുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ ജിൻഡോ പവർ ടീമിൽ നിൽക്കുമ്പോൾ ജിൻഡോയ്ക്കെതിരെ നടപടി സ്വീകരിക്കുന്നു, അർജുനും നമ്മുടെ റസ്മിനും കൂടി ചേർന്ന്. അന്ന് ജിൻഡോ അവിടെ തൂക്കുമ്പോൾ ജിൻഡോയുടെ പുറകെ നടന്ന് അവിടെ ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഈ ഗബ്രിയെയും ജാസ്മിനെയും റസ്മിനെയൊക്കെ നമ്മൾ കണ്ടു എന്നുള്ള, അർജുനെ ഒക്കെ കണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അതൊരു ആനന്ദമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ അത് കാണാൻ നല്ല ചേരാണ്, പക്ഷേ നമ്മളെ സ്വന്തം അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ മാനസികമായിട്ട് വിഷമിപ്പിക്കും. അതുതന്നെയാണ് ഇപ്പം ഗബ്രിക്കും ജാസ്മിനും സംഭവിക്കുന്നത്. അത് ഏതായാലും അത് അനിവാര്യമായ കാര്യം.